കിട്ടിയ ഒരു ഐഡിയ ഉപയോഗിച്ച് ഒരു പിസ മേടിക്കാൻ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ് ഞാൻ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പോണ വഴിക്ക് ഒരു ഫാമുണ്ട്. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കണ്ടൻറ്റുകൾ ക്ഷാമമാണ്. അപ്പോൾ അത് കാരണം എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ ചെയ്യേണ്ടതെന്ന് കരുതി വീക്ക്ലി വൺസാണ് എനിക്ക് ഓഫുള്ളത്. അപ്പോൾ ആ ദിവസത്തിൽ എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് എൻ്റെ പരിപാടി എന്നുള്ളതൊക്കെ ചേർത്തൊരു കുഞ്ഞി വീഡിയോ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ ഈ വീഡിയോ മുഴുവിപ്പിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ ഏതായാലും നോക്കാം. വേണമെങ്കിൽ ഇതിനെ നമുക്ക് ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാം. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ വൈഫിൻ്റെ മദറും ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ യു കെയിലുണ്ട്. ഇപ്പോൾ വൈഫ് ഓൾറെഡി ഉണ്ടായിരുന്നു, മദർ ഈ ഇടയ്ക്കാണ് യു കെയിൽ വന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ പരിപാടി എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ നിന്ന് GPയുടെ അടുത്ത് പോകണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് ഡോക്ടറിൻ്റെ അടുത്ത് മമ്മിയുടെ പേര് രജിസ്റ്റർ ചെയ്യാൻ പറ്റുമെന്ന് നോക്കണം. പിന്നെ കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്, പിന്നെ ഫുഡ് കഴിക്കാനായിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങാമെന്ന് കരുതി. അങ്ങനെ കുറച്ച് കുഞ്ഞു കുഞ്ഞു പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ആയിട്ട് പോവുകയാണ്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പരിപാടിന് ചുരുക്കി ഈ ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ വേണമെങ്കിൽ വിളിക്കാം. അപ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത്രത്തോളം സക്സസ് ആകുമെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഏതായാലും നമുക്ക് തുടങ്ങാം. അവരിതുവരെ ഇറങ്ങിയിട്ടില്ല, ഞാൻ റെഡി ആയിട്ടിരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നേരമായി. അപ്പോൾ ഈ വീഡിയോ മുഴുവിപ്പിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയാൻ പാടില്ലെന്ന് പറയാനുള്ള കാരണം, ഞാൻ എല്ലായിടത്തും ചെന്നിട്ട് ഈ ഫോൺ എടുത്ത് പിടിച്ചുകൊണ്ട് വീഡിയോ എടുക്കുന്ന പരിപാടിയില്ല. അപ്പോൾ ഞാനൊരു ചെറിയ ഇൻട്രോവേർട്ടാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഏതായാലും മുഴുവിപ്പിക്കാൻ പറ്റുമെങ്കിൽ ഈ വീഡിയോ യൂട്യൂബിൽ വരും, ഇല്ലയെന്നുണ്ടെങ്കിൽ ഇത് വരില്ല. അപ്പോൾ ഏതായാലും നോക്കാം. ഒരാൾ വണ്ടിയിൽ വന്ന് കയറിയിട്ടുണ്ട്, ഒരാളിവിടെ വരാനുണ്ട്. എല്ലാ തവണയും നമുക്ക് പറ്റും പോലെ വണ്ടി കയറി ഇരുന്ന് കഴിയുമ്പോൾ എന്തെങ്കിലും എടുക്കാൻ മറക്കും. ഇന്നും മറന്നു, ചാർജർ എടുത്തില്ല. ചാർജറിൻ്റെ ആവശ്യമില്ല. ഇൻ കേസ് ഇനിയിപ്പോൾ നമ്മൾ വീഡിയോ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഫോണിൻ്റെ ചാർജ് റോക്കറ്റ് കണക്കെ ഇറങ്ങും. പിന്നെ മാപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് വരുമ്പോഴത്തേനും ചാർജ് കംപ്ലീറ്റ് തരും. അപ്പോൾ എന്തായാലും ചാർജർ എടുത്ത് കൈ പിടിച്ചേക്കാം. ചാർജർ മാത്രമല്ല, അവൾ ജാക്കറ്റും എടുത്തില്ല. ജാക്കറ്റ് ഇടാണ്ടാണ് ഇറങ്ങിപ്പോകുന്നത്. അപ്പോൾ അപ്പോൾ അതും കൂടെ എടുത്തേക്കാം. ജാക്കറ്റ് ഇനി എവിടെയാണോ? അവിടെ പോകാം. അപ്പോൾ അത് രണ്ടുമായി. അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞ പോലെ തന്നെ നേരെ GPയുടെ അടുത്തേക്കാണ് പോണേ. രണ്ടുപേരും വണ്ടിയിൽ വന്ന് കയറിയിട്ടുണ്ട്. രണ്ടുപേരും വണ്ടിയിൽ എടുത്തുണ്ട്. എങ്ങനെയാ? ആദ്യം ജീപ്പിലേക്കല്ലേ? അപ്പോൾ ആദ്യം ജീപ്പിലേക്ക് പോകും. നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഫസ്റ്റ് പറഞ്ഞാൽ ജീപ്പിൻ്റെ അടുത്തേക്കാണ് പോകണം. നമ്മുടെ വീട്ടിൽ നിന്ന് ജീപ്പിലേക്ക് നടക്കാനാണെങ്കിൽ 5 മിനിറ്റ് ഉള്ളൂ. അപ്പോൾ വണ്ടിയിലാണെന്നുണ്ടെങ്കിൽ ഒരു 1 മിനിറ്റ് 2 മിനിറ്റ് അത്രേ ഉള്ളൂ നമുക്ക് ജീപ്പിൻ്റെ അടുത്തേക്ക്. നമുക്ക് ജീപ്പിൽ പോകണതിൻ്റെ മെയിൻ ഉദ്ദേശം ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ മദർ നാട്ടിൽ നിന്ന് വന്നിട്ട് പുള്ളിക്കാരിന് നമുക്ക് ജീപ്പിൽ പാസ്പോർട്ട് എടുത്തു. ജീപ്പിൽ പേര് ആഡ് ചെയ്യാൻ പറ്റുമെന്ന് പറയാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. പിന്നെ നമുക്ക് ബൂട്ട്സിലൊന്ന് കയറണം. ഷുഗറിൻ്റെ ഒരു ചെക്ക് ചെയ്യണം, മെഷീൻ കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ അത് രണ്ടുമാണ് മെയിൻ ലക്ഷ്യം. അപ്പോൾ നമ്മൾ GPയിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ GP. അതേപോലെ അതാണ് നമ്മുടെ ബൂട്ട്സ് ഫാർമസി. എനിക്ക് അവിടെ ഷുഗർ ടെസ്റ്റ് ചെയ്യണ മരുന്ന് കിട്ടുമെന്ന് തോന്നുന്നില്ല, കാരണം അത് ചെറിയൊരു ബൂട്ട്സാണ്. നമുക്കിവിടെ 3 ബൂട്ട്സ് ഉണ്ട്. അതിനകത്ത് ചെറിയൊരു ബൂട്ട്സാണിത്. പിന്നെ വലിയൊരു ബൂട്ട്സ് ഉണ്ട്. അവിടെ പോയി എനിക്ക് മിക്കവാറും കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാം കയറിയിട്ട് കിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ ബൂട്ട്സിൽ പോയേക്കാം. അപ്പോൾ അവരകത്തേക്ക് പോയേക്കാണ്. അവർ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ആഡ് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യങ്ങൾ. ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ക്യാമറയിൽ ചാർജില്ല. ഞാനത് ഓണാക്കി വെച്ച് വീഡിയോ ഒക്കെ എടുത്തു, പക്ഷേ അതിനകത്ത് ചാർജില്ല. എന്നാൽ പിന്നെ ഒന്ന് കുത്തിയിട്ടേക്കാന്ന് കരുതി അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി പോന്നു. അപ്പോൾ അത് ഓൾമോസ്റ്റ് റെഡി ആവാനുള്ള സാധ്യതയുണ്ട്, കാരണം അവർ ഫോമും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഈ ബൂട്ട്സിൽ സാധനമില്ല, അടുത്ത ബൂട്ട്സിൽ പോയി നോക്കാം. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നമ്മുടെ മെയിൻ ബൂട്ട്സ് ഇരിക്കുന്നത് നമ്മുടെ ഹൈ സ്ട്രീറ്റിലാണ്. ഹൈ സ്ട്രീറ്റിലേക്ക് ഇവിടുന്ന് ഒരു 5 മിനിറ്റ് 6 മിനിറ്റ് ഡ്രൈവ് ഉണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇനി ബാക്കി അവിടെ ചെന്നിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ നമ്മുടെ ഹൈ സ്ട്രീറ്റിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഹൈ സ്ട്രീറ്റ്. വണ്ടി നമ്മൾ ഒരു പ്രൈവറ്റ് കാർ പാർക്കിൽ പാർക്ക് ചെയ്ത് നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കുറച്ച് ദൂരമുണ്ട് നടക്കാനായിട്ട്. അപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുക. ആ ബൂട്ട്സിൽ പോയിട്ട് സാധനം അവിടെ ഉണ്ട്, മറ്റേ ഷുഗർ ടെസ്റ്റ് ചെയ്യണ കിറ്റ്. പക്ഷേ 5,000 റേറ്റാണ്. ഞാൻ ഓൺലൈനിൽ നോക്കിയപ്പോൾ അതിനേക്കാളൊക്കെ കുറഞ്ഞ റേറ്റിൽ നമുക്ക് ഒത്തിരി സ്ട്രിപ്സ് അടക്കം സാധനമുണ്ട്.
അപ്പോൾ പിന്നെ നമ്മൾ പ്ലാൻ ചേഞ്ച് ചെയ്തു. ഏതായാലും നമുക്കത് ഓൺലൈനിൽ നോക്കാനായിരുന്നു. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഇവർക്ക് എല്ലാവർക്കും ഫുഡ് കഴിക്കാനൊരു കൊതി. അപ്പോൾ നമ്മുടെ ഇവിടെ അടുത്ത് നമുക്ക് ഫാസ്റ്റ് ഫുഡ് കിട്ടുന്ന നല്ല റെസ്റ്റോറൻറ്റ്സ് ഒന്നുമില്ല. പിന്നെ നമ്മുടെ പെപ്പേഴ്സ് പിരി പിരി ഉണ്ടല്ലോ, അതൊരു 1 hour ട്രാവൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്തുണ്ട്. അതാണ് നമ്മുടെ ഏറ്റവും അടുത്ത വലിയ ടൗൺ ഇൻവേർനെസ്. അപ്പോൾ നേരെ അവിടം വരെ പോയിട്ട് അവിടെ നിന്ന് പെപ്പേഴ്സിൽ കയറി ഫുഡും കഴിച്ച് തിരിച്ചു വരാമെന്ന് കരുതി. ഒറ്റ മൈൻഡ്. ഏതായാലും പോയി നോക്കാം. കണ്ടില്ലേ, ഇതാണ് നമ്മുടെ മെയിൻ ഹൈലൈറ്റ്. രണ്ടും വണ്ടി ഇങ്ങനെ കിടന്നുറങ്ങും. പിന്നെ ഞാനായി, എൻ്റെ പാടായി. ഞാനിത് ഓടിച്ച് അവിടെ എത്തിക്കുകയും വേണം. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പോണ വഴിക്ക് ഒരു ഫാമുണ്ട്, സ്ട്രോബെറി പിക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളത്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ സീസൺ അല്ലാന്ന് തോന്നുന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടുണ്ട് എപ്പോഴത്തേക്കും പിന്നെ സീസണൊക്കെ ആവും എന്നുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ട്രോബെറി പിക്കിങ് ഉണ്ട്, റാസ്ബെറി ഉണ്ട്, അങ്ങനെ ബ്ലൂബെറി, അങ്ങനെ ഒത്തിരി ഐറ്റംസ് ഉണ്ട്. ആപ്പിൾ ഉണ്ട്, ഒത്തിരി ഐറ്റംസ് നമുക്ക് പിക്ക് ചെയ്യാം. പിക്ക് ചെയ്ത് നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് എത്ര വേണമെങ്കിലും പിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ നിന്ന് തൂക്കി നമുക്ക് മേടിച്ച് വീട്ടിൽ കൊണ്ടുപോകാം. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് വന്ന് ഇവിടെ ഇറങ്ങിയതാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 15 മിനിറ്റോളം ഉണ്ട്. 15 അല്ല 20 മിനിറ്റോളം ഉണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക്. ഇനി ഇവിടുന്ന് ഇൻവേർനെസ്സിലേക്ക് ഒരു 10-40 മിനിറ്റ് കൂടെ ഉണ്ടാവും. അപ്പോൾ അവിടെ ചെന്നിട്ട് പെരിപ്പേസി കയറി ഫുഡ് കഴിക്കുക. വേറെ പ്ലാനിങ് ഒന്നും ഇല്ല, തിരിച്ചു പോരുക. പിന്നെ വൈകിട്ട് 3 മണിക്ക് അവർക്ക് നമ്മുടെ മിഡ് വൈഫിൻ്റെ ഒരു അപ്പോയിൻമെൻറ്റ് ഉണ്ട്. മിഡ് വൈഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ പ്രഗ്നൻസിയുടെ സമയത്ത് നമുക്കൊരു മിഡ് വൈഫിനെ അസൈൻ ചെയ്ത് തരും. അപ്പോൾ ആ ഒരു ഫുൾ പ്രഗ്നൻസിയിൽ നമ്മൾ അസിസ്റ്റ് ചെയ്യുന്നത് ആ മിഡ് വൈഫായിരിക്കും. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കൺസൾട്ട് ചെയ്യുന്നതൊക്കെ ആ മിഡ് വൈഫിനെയാണ്, ഡോക്ടറല്ല. അപ്പോൾ അതാണ് മിഡ് വൈഫ്. അപ്പോൾ ഇന്ന് മിഡ് വൈഫിൻ്റെ ഒരു അപ്പോയിൻമെൻറ്റും ഉണ്ട് 3:30. അപ്പോൾ നമുക്ക് അതിന് മുന്നേ തിരിച്ച് വരണം. ഇപ്പോൾ 11:30 ആയി. നമ്മളൊരു 12:30 അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു മണിക്കൂർ ഫുഡ് കഴിച്ച് 2 മണിയാകുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങിയാൽ മതി. ആ ഒരു പ്ലാനിലാണ് നമ്മൾ അപ്പോൾ അവിടെ നിന്ന് പോകുന്നത്. ഏതായാലും നോക്കാം. അവർ വരുന്നുണ്ട്. ഏതായാലും ഇല്ലയെന്ന് തോന്നുന്നു, സ്ട്രോബെറി പിക്കിംഗ് ഒന്നും ഇല്ലയെന്നാണ് തോന്നുന്നത്. എന്താ പറഞ്ഞേ ജൂൺ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഇതിപ്പോൾ ഏതാ മാസം? ഏപ്രിൽ, മെയ്, ജൂൺ 2 മാസം കൂടെ ഉണ്ടല്ലേ. ഓക്കെ. അങ്ങനെ നമ്മൾ ഇൻവേർനെസ്സിലെത്തി. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ അവർക്കൊരു മലയാളിക്കടയിൽ കയറണമെന്നൊരാഗ്രഹം. മലയാളിക്കട എന്നല്ല, ഇന്ത്യൻ ഷോപ്പ് എന്ന പേര്. നമ്മുടെ അത്യാവശ്യം ബിസ്ക്കറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടും എന്നുള്ളൂ. അപ്പോൾ അവരെ അങ്ങോട്ട് പോയേക്കാണ് കടയിലിട്ട്. ഇവിടെ വണ്ടി നിർത്തിയിടാനുള്ള സ്പേസ് കുറവായത് കാരണം വണ്ടി നിർത്തി ഞാൻ വണ്ടിയിലിരിക്കുകയാണ്. ഒരു ലോറി കൺജസ്റ്റഡ് ആയിട്ട് വരുന്നുണ്ട് അവിടെ നിന്ന്. നോക്കി കാണാം. സ്പേസ് കുറവാണ് ആ ഷോപ്പിലിരിക്കുന്നിടത്ത്. പാർക്കിങ് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ വണ്ടിയിലിരിക്കാമെന്ന് കരുതി, ഇൻ കേസ് എന്തൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഇറങ്ങാൻ തന്നെയായിട്ട്. അപ്പോൾ നമ്മൾ ഇൻവേർനെസ് എത്തി. ഇനി ഷോപ്പിൽ കയറിയിട്ട് എന്താ പഴം നോക്കാനാണ് നോക്കി. എനിക്ക് ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കുഞ്ഞിൻ്റെ കടയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ പെപ്പേഴ്സ്. അങ്ങനെ നമ്മൾ പെപ്പേഴ്സിലെത്തി. ഫുഡ് ഓർഡർ ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. മുകളിൽ തന്നെ സ്പീക്കർ ഇരിക്കണ കാരണം ഞാൻ പറഞ്ഞ കേൾക്കാൻ പറയണമെന്ന് എനിക്കറിയാൻ പാടില്ല. മൈക്ക് കറി എടുക്കാനും മറന്നു. ഫുഡ് ഓർഡർ ചെയ്തു. ഒരു ചിക്കൻ ആൻഡ് റൈസ്, ഒരു ചിക്കൻ ബോക്സ്, അതേപോലെ ഒരു പാപ്പ് ഓർഡർ ചെയ്തിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഈ ഫുഡ് വന്നിട്ട് ഞാൻ കാണിച്ചു തരാം എന്താണെന്നുള്ളത്. ഇവിടുത്തെ ഫുഡ് എന്താണെന്നുള്ളത് ഞാൻ ആദ്യം കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ഫുഡ് ഐറ്റംസ് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫുഡ് ഐറ്റം. 2 റൈസും ഒരു റാപ്പും ചിപ്സ്, ഡ്രിങ്ക്സ്, മയോ, ഇത്ര ഐറ്റംസാണ് വന്നിട്ടുള്ളത്. ഇനി നമ്മളത് ഫിനിഷ് ആക്കിയിട്ട് ഞാൻ ബാക്കി പറഞ്ഞു. അപ്പോൾ നമ്മൾ അവിടുത്തെ ഫുഡിങ്ങും പരിപാടിയും കഴിഞ്ഞ് ഇനി വീട്ടിലേക്ക് പോവുകയാണ്. അവിടുന്ന് കുറച്ച് പാഴ്സലും മേടിച്ച് കൈപ്പിടിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ സമയം 2 മണി. ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് തിരിച്ചു കഴിഞ്ഞാൽ 3 മണിയാകുമ്പോൾ വീട്ടിൽ ചെല്ലും. വീട്ടിലല്ല, നമുക്ക് 3:30 അപ്പോയിൻമെൻറ്റും ഉണ്ട്. അപ്പോൾ ഏതായാലും ഇവിടെ നിന്ന് ഇറങ്ങട്ടെ. ബാക്കി ഇനി പോണ വഴി. അങ്ങനെ നമ്മൾ തിരിച്ച് നമ്മുടെ എൽജിനിലെത്തിയിട്ടുണ്ട്. ഇനി എത്തി എല്ലാം നല്ല ഉറക്കാണേ. അപ്പോൾ ഇവിടെ നമുക്കൊരു ഷോപ്പുണ്ട്, ഇന്ത്യൻ സാധനങ്ങളൊക്കെ കിട്ടുന്നൊരു കുഞ്ഞി ഷോപ്പ്. ഇന്ത്യൻ ഷോപ്പ് കിട്ടുന്ന ഒരു തെറ്റിച്ചു ഇന്ത്യൻ സാധനങ്ങളൊക്കെ കിട്ടുന്ന ഒരു ചെറിയൊരു ഷോപ്പുണ്ട് ഇവിടെ. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് ഇന്ന് വെജിറ്റബിൾസൊക്കെ വരുന്ന ദിവസമാണ്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് വെജിറ്റബിൾസോ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ടോ എന്നൊന്ന് പോയി നോക്കാം. അതിന് ശേഷം അപ്പോൾ അപ്പോയിൻമെൻറ്റ് കയറാം. കാരണം സമയമായിട്ടില്ല. 3:30 അപ്പോയിൻമെൻറ്റ്. നമ്മളൊരു 3 മണിക്ക് എത്തിയിട്ടുണ്ട്. അരമണിക്കൂർ കൂടെ നമുക്കുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം
ഷോപ്പാണ്, വലിയ കാര്യമായിട്ടൊന്നുമില്ല. മറ്റേ ഫിലിപ്പീൻസുകാർ നടത്തുന്ന ഷോപ്പാണ്. അപ്പോൾ നമ്മൾ മലയാളികൾ ഇവിടെ ഒത്തിരി ഉള്ളത് കാരണം അവർ നമ്മുടെ ആവശ്യങ്ങളും പരിഗണിച്ചുകൊണ്ട് സാധനങ്ങൾ കൊണ്ടുവരാറുണ്ട്. അപ്പം നമുക്ക് എന്തായാലും പോയി നോക്കാം. അങ്ങനെ നമ്മൾ അവിടെ കയറി കുറച്ച് ഏത്തപ്പഴം വാങ്ങി. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ ഫാം ഫുഡ് ഉണ്ട് ഇവിടെ തൊട്ടടുത്ത് തന്നെ. ഫാം ഫുഡിലൊന്ന് കയറി. അതേപോലെ നമ്മുടെ റംബൂട്ടാൻ കിട്ടിയിട്ടോ അവിടെ നിന്ന് കുറച്ച് നല്ല വിലയുണ്ട്. എന്നാലും ഒരു 1/2 കിലോ മേടിച്ചു. റംബൂട്ടാനും മേടിച്ചു. ഇനി ഫാം ഫുഡിലൊന്ന് കയറി എന്തെങ്കിലും ഡ്രിങ്ക്സ് കൂടെ നോക്കിയിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാമെന്ന് കരുതി. അങ്ങനെ നമ്മൾ ഫാം ഫുഡിലും കയറി അവിടെ നിന്ന് ഇറങ്ങി. ഇവിടെയാണ് നമ്മുടെ മിഡ് വൈഫും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. ഹോസ്പിറ്റലോ നമ്മുടെ GP ഒന്നും അല്ല ഇത്. നമ്മുടെ മിഡ് വൈഫും എല്ലാ മിഡ് വൈഫ്സും കൺസൾട്ട് ചെയ്യുന്നത് ഈ ഒരു ഏരിയയിലാണ്. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സമയം ഏകദേശം 3:30 ആയി. അങ്ങനെ ഒരു ദിവസത്തിൻ്റെ 3/4 ഭാഗത്തോളം കഴിഞ്ഞു. എൻ്റെ അവധിയുടെയും ഒരു 3/4 ഭാഗത്തോളം കഴിഞ്ഞു. അങ്ങനെ നമ്മൾ സ്ഥലത്തെത്തി. ഇനി ഇതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടെ ഫ്രീ ആണ്. പിന്നെ ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ട് കുറച്ച് ഫുഡ് പാഴ്സൽ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് അവൻ്റെ അടുത്ത് എത്തിക്കണം. പിന്നെ നേരെ വീട്ടിലിട്ട്. അങ്ങനെ നമ്മൾ നമ്മുടെ അപ്പോയിൻമെൻറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവളുടെ ഒരു കൂടെ വർക്ക് ചെയ്യുന്നൊരു ചേച്ചിയുടെ വീട്ടിൽ വന്നേക്കാണ്. അപ്പോൾ ഇത് പ്രതീക്ഷിക്കാതെ കിട്ടിയൊരു പണി കേട്ടോ. ഇന്നത്തെ എൻ്റെ ഓഫ് രാവിലെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ഇതുവരെ തിരിച്ച് വീട്ടിലെത്തിയിട്ടില്ല. പിന്നെ ഇവിടെയൊക്കെ കയറി ഇവിടുന്ന് പോകുമ്പോഴത്തേനും സമയം എടുക്കുന്നു തോന്നുന്നത്. ഓൾമോസ്റ്റ് ഇപ്പോൾ സമയം 4 മണിയായിട്ടുണ്ടാവും. അങ്ങനെ നമ്മൾ അവളുടെ ആ ഒരു കൂടെ വർക്ക് ചെയ്യുന്ന ചേച്ചിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ വീട്ടിൽ വന്ന് കയറ്റിട്ടുണ്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് സമയം 5 മണിയായി. അപ്പോൾ എൻ്റെ ഓഫ് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇന്നത്തെ ദിവസം വണ്ടിക്കകത്തുനിന്ന് കുറച്ച് സാധനങ്ങൾ എടുക്കാനുണ്ട്. നമ്മുടെ വീഡിയോയ്ക്ക് നമ്മൾ ഉപയോഗിച്ച കുറച്ച് സാധന സാമഗ്രികൾ. അപ്പോൾ അതെടുക്കാൻ വേണ്ടി വന്നതാണ്. ഇനിയും ഓട്ടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം നൈറ്റ് ഒന്നെങ്കിൽ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും കച്ചറ ഉണ്ടാക്കാം എന്നുള്ള തീരുമാനത്തിലാണ് നമ്മൾ ഇതുവരെ ഇരിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ പുറത്തേക്ക് ഇറങ്ങേണ്ടി വരും. ചിലപ്പോൾ അവളുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ നൈറ്റൊന്ന് പോയി തല കാണിക്കണമെന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെയും ഒന്ന് പോകേണ്ടി വരും. കറക്കങ്ങളൊന്നും കഴിയുന്നില്ല. ഇന്ന് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. ഓൾമോസ്റ്റ് ഒരു 10 മണിക്ക് മുമ്പ് ഇറങ്ങിയെന്നാണ് വീട്ടിൽ നിന്ന്. ഇതുവരെ ഓട്ടം നിന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ഇപ്പോൾ വീട്ടിൽ വന്നുള്ളൂ. ഇനിയിപ്പോൾ ഒരു ചായയൊക്കെ ഉണ്ടാക്കി കുടിക്കുക, റെസ്റ്റ് എടുക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ തൽക്കാലം ഉദ്ദേശം. അപ്പോൾ ബാക്കി എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോയിൽ കാണാം. അങ്ങനെ പെട്ടെന്ന് കിട്ടിയ ഒരു ഐഡിയ ഉപയോഗിച്ച് ഒരു പിസ മേടിക്കാൻ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാണ്. ഞാൻ വീട്ടിൽ വന്ന് കുറച്ച് നേരം റെസ്റ്റ് എടുത്ത് സിനിമ കണ്ട് കിടന്ന് ഉറങ്ങിപ്പോയി. അപ്പോൾ വൈകിട്ടത്തേക്ക് എന്നാൽ പിന്നെ പിസ മേടിക്കാമെന്ന് കരുതി. എൻ്റെ ഒരു ഫ്രണ്ട് ഡൊമിനോസിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവനെ പൊക്കിക്കൊണ്ട് നേരെ പിസ എടുക്കാൻ വന്നതാണ്. വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഞാൻ പറഞ്ഞില്ല, ഈ വീഡിയോ മുഴുവിപ്പിക്കാൻ പറ്റുമെന്നുള്ള സംശയമായിരുന്നു. പെട്ടെന്ന് ഓർത്തതാണ് വീഡിയോ എടുക്കാൻ. അപ്പോൾ അവൻ പിസ എടുക്കാൻ വേണ്ടി പോയേക്കാണ്. അപ്പോൾ അവൻ വരുമ്പോൾ ബാക്കി. നിന്നെ ഞാൻ യൂട്യൂബിൽ കയറ്റും. അങ്ങനെ നമ്മുടെ പിസ മേടിക്കാൻ പോയ ആളെത്തിയിട്ടുണ്ട്. അങ്ങനെ അന്നത്തെ ഡിന്നറായി. അങ്ങനെ നമ്മുടെ പിസ കിട്ടി. നമ്മൾ അവനെ കൊണ്ട് പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ഡൊമിനോസിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് കാരണം നമുക്ക് ഡിസ്കൗണ്ടിൽ പിസ കിട്ടും. ഓൾമോസ്റ്റ് 4 പൗണ്ടൊക്കെ കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ലാർജ് പിസ കിട്ടും. നമ്മുടെ സമയം ഏകദേശം 8 മണി കഴിഞ്ഞാണ്ട് 8:30 ആവാറായി. നേരം ഇരുട്ടിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ സമ്മർ ആയതുകൊണ്ടിട്ട് ഇനിയിപ്പോൾ ഒരു 9 മണിയൊക്കെ ആകുമ്പോഴാണ് ഇരുട്ടാവുള്ളൂ. അപ്പോൾ പിസ കിട്ടി. അങ്ങനെ രാത്രി 9:30 ഓട്ടോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അവളുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ എന്തെങ്കിലും ചോക്ലേറ്റ്സോ സ്വീറ്റ്സോ മേടിച്ചുകൊണ്ട് പോകാമെന്ന് കരുതി. അങ്ങനെ നമ്മൾ ലിഡിലെത്തിയിട്ടുണ്ട്. ഇനി
ബാക്കി എന്തെങ്കിലും മേടിച്ചിട്ട് നോക്കാം. അങ്ങനെ സമയം ഇപ്പോൾ 11:30 കഴിഞ്ഞു, 12 മണിയാകാൻ പോകണം. ഇന്നത്തെ ഓട്ടങ്ങളെല്ലാം കഴിഞ്ഞ് ഫ്രീ ആയി. ഇപ്പോഴാണ് നമ്മൾ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി, അവിടുന്ന് ഷോപ്പിങ്ങിന് പോയി, കഴിഞ്ഞ് തിരിച്ചു വന്നു. കുറച്ച് വീട്ടിലെ പണികളുണ്ടായിരുന്നു, എല്ലാം കഴിഞ്ഞു, ഫ്രീ ആയി. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ലെന്നറിയാം, ജസ്റ്റ് ഒരു ദിവസത്തെ റൊട്ടീനും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ